ഹായ് എവറിബഡി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഓഫ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ഹാസ് ഗ്രോൺ ഓവർ ടൈം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഗ്രൂ വിത്ത് ബ്രിട്ടീഷ് കോളനൈസേഷൻ വഴിയാണ് ലോകത്തിലെ പല സ്ഥലങ്ങളിലേക്കും ഇംഗ്ലീഷ് കടന്ന് വരുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വന്നത് ഒരു ഗവേണൻസിന്റെയും കൊമേഴ്സിന്റെയും ലാംഗ്വേജ് ആയിട്ട് ആണ്. അത് പിന്നീട് എഡ്യൂക്കേഷനിലേക്കും ലിറ്ററേച്ചറിലേക്കും കടന്ന് ചെന്നു. പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം ഫോർമർ കോളനീസ്, ഇന്ത്യയെ പോലെയുള്ള ഫോർമർ കോളനീസ് ഇംഗ്ലീഷിനെ ഒരു ലിങ്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് റീറ്റെയിൻ ചെയ്തു. അതൊരു പ്രാക്ടിക്കൽ നെസസിറ്റി ആയിരുന്നു മൾട്ടി ലിംഗ്വൽ സൊസൈറ്റികളിൽ. ഇപ്പൊ ഒരുപാട് ലാംഗ്വേജസ് എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റികളിൽ ഒരു ബ്രിഡ്ജ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഫങ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് 20th സെഞ്ച്വറിയിൽ അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ പവേഴ്സിന്റെ റൈസോടുകൂടെ, എക്കണോമിക്സ് ആൻഡ് കൾച്ചറൽ പവേഴ്സിന്റെ റൈസോടുകൂടെ, അതേപോലെ തന്നെ ഗ്ലോബലൈസേഷന്റെയും ഡിജിറ്റൽ റെവല്യൂഷന്റെയും റൈസോടുകൂടെ ഇംഗ്ലീഷിന്റെ ഗ്ലോബൽ സ്റ്റാറ്റസ് സിമെന്റ് ചെയ്യപ്പെട്ടു. ഇംഗ്ലീഷ് ഇപ്പോ ഇന്റർനാഷണൽ ബിസിനസ്സുകളുടെ ഒരു ഡോമിനന്റ് ലാംഗ്വേജ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഡിപ്ലോമസിയുടെയും അക്കാഡമിയുടെയും ഇന്റർനെറ്റിന്റെയും ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ഇംഗ്ലീഷ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഒരു കൊളോണിയൽ ഇമ്പോർട്ടിൽ നിന്നും ഒരു എംപവർമെന്റ് ടൂളായിട്ട് ഡെവലപ്പ് ചെയ്യാണ് ഉണ്ടായത്. എംപവർമെന്റിന്റെയും ഓപ്പർച്യൂണിറ്റിയുടെയും ടൂളായിട്ട് ഡെവലപ്പ് ചെയ്യാണ് ഉണ്ടായത്. ഈ കൺട്രിയുടെ, ഇന്ത്യയിലെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഇംഗ്ലീഷിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറ്റ്സ് എ ടിക്കറ്റ് ടു ബെറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഈ ഇംഗ്ലീഷിന്റെ ഈ ഒരു ഡോമിനൻസ് കോൺട്രവേഴ്സി ഇല്ലാതെ വന്നൊരു കാര്യമല്ല. ക്രിട്ടിക്സ് ആർഗ്യൂ ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ ഈ ഡോമിനൻസ് ഇറ്റ് മാർജിനലൈസസ് ലോക്കൽ ലാംഗ്വേജസ്, അതേപോലെ തന്നെ സോഷ്യൽ ഇൻഇക്വാലിറ്റീസിനെ പെർപച്വേറ്റ് ചെയ്യും. പിന്നെ ന്യൂ ഇംഗ്ലീഷസ് പോലെയുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് പോലെയുള്ള ന്യൂ ഇംഗ്ലീഷസിന്റെ എമർജൻസ് ലിംഗ്വിസ്റ്റിക് കറക്റ്റ്നെസിന്റെ ട്രഡീഷണൽ നോഷൻസിനെ ചലഞ്ച് ചെയ്യുകയാണ് ഉണ്ടായത്. So let's talk some more about the significance of English as a global language. So what do you mean by a global language? Global language എന്ന് പറയുന്നത് ലോകത്തെ എല്ലായിടത്തും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് സ്പ്രെഡ് അക്രോസ് ദ ഗ്ലോബ് ജിയോഗ്രാഫിക്കലി. പിന്നെ അതേപോലെ തന്നെ ഡിഫറെന്റ് ലാംഗ്വേജ് ഗ്രൂപ്പ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് ഗ്ലോബൽ ലാംഗ്വേജസ് ആണ്. അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ലാറ്റിൻ ഫ്രേസ് ആയ ലിംഗ്വ ഫ്രാങ്ക എന്നുള്ള ഫ്രേസിലൂടെയാണ്. ദാറ്റ് മീൻസ് എ കോമൺ ലാംഗ്വേജ് ദാറ്റ് ക്യാൻ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ഹാവിംഗ് ഡിഫറെന്റ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ്. ഇന്നത്തെ വേൾഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലേൺഡ് ആൻഡ് സ്പോക്കൺ അക്രോസ് കൺട്രീസ് ബൈ പീപ്പിൾ ഓഫ് ഓൾമോസ്റ്റ് ഓൾ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസ്. എല്ലാ ടൈപ്പ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരും ഇംഗ്ലീഷ് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് ടോട്ട് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ഇൻ സ്കൂൾസ് ഓഫ് മെനി കൺട്രീസ് അക്രോസ് ദി വേൾഡ്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഇസ് പ്രിറ്റി ഈസി ടു ലേൺ കമ്പയർഡ് ടു അതർ ലാംഗ്വേജസ്. ഇറ്റ് ഹാസ് ജസ്റ്റ് 26 ആൽഫബറ്റ്സ്. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന ഒരു ലാംഗ്വേജ് എന്ന രീതിയിൽ ക്രിയേറ്റ്സ് ഇക്വിറ്റി അമംഗ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇൻ ടേംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇക്വിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു ഡിഫറെന്റ് ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആളുകൾ തമ്മിൽ. പിന്നെ അതേപോലെ തന്നെ ഇന്റർനെറ്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് ടെക്നോളജി ഹാവ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്. ഇപ്പൊ നമുക്കറിയാം, വെൻ വി ലുക്ക് അറ്റ് ദി ഇന്റർനെറ്റ്, വാട്ട് ലാംഗ്വേജ് ഇസ് ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ മെജോറിറ്റി? ഇംഗ്ലീഷ് അല്ലെ? വേറെ ഭാഷകളൊക്കെ അവൈലബിൾ ആണെങ്കിലും ഇറ്റ് ഇസ് ഇംഗ്ലീഷ് ദാറ്റ് ഡോമിനേറ്റ്സ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി ക്യാൻ ട്രേസ് ബാക്ക് ദി ഡോമിനൻസ് ഓഫ് ഇംഗ്ലീഷ് ഓർ ദ റൈസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ടു ദ ഹിസ്റ്ററി ഓഫ് colonization. 16th സെഞ്ച്വറിയിലാണ് ബ്രിട്ടൻ
it began to establish its colonies in other countries. According to them, അവർ civilized people ആയിരുന്നു who had the responsibility of civilizing all other people in the world. അപ്പോൾ that's something we call nowadays as the colonizers handbook. Colonizers പറഞ്ഞു പടർത്തിയിരുന്ന ഒരു ധാരണയാണ് അല്ലെ, അവർ സിവിലൈസ്ഡ് ആണ്, വേറെ കൾച്ചേഴ്സ്, അവർക്ക് പരിചയമില്ലാത്ത, അവർക്ക് ഒന്നും അറിയാത്ത കൾച്ചേഴ്സ്, ദേ ആർ സാവജസ്. അതിനെ അവര് വൈറ്റ് മാൻസ് ബേർഡിൽ നിന്ന് വിളിച്ചു. ഇതിനെ ഇപ്പൊ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഒരുപാട് റൈറ്റേഴ്സ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഹൗ ദ ഹിസ്റ്ററി ഓഫ് അവർ വേൾഡ് ഹാസ് എസെൻഷ്യലി a whitewashed history, and how it's important to learn about the cultures and stories that have once been erased. So, they went around the globe and created their colonies, imposed their culture. പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടീഷ് എംപയർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ നേറ്റീവ് ലാംഗ്വേജിനെയും അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത കോളനീസിൽ ഇമ്പോസ് ചെയ്തു. ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്പ്രെഡിന്റെ ആരംഭം. ഗ്രാജുവലി ഇംഗ്ലീഷ് സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ ഒഫീഷ്യൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ട് മാറി. പിന്നെ ഈ കോളനീസിലെ നേറ്റീവ് പീപ്പിള് അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫെമിലിയർ ആയി. പിന്നെ അതേപോലെ തന്നെ ആ ലാംഗ്വേജ് അവിടെ നിന്നു ഈവൻ ആഫ്റ്റർ ദ ബ്രിട്ടീഷ് ലെഫ്റ്റ് ഇൻ ദ വേക്ക് ഓഫ് ദെയർ ഇൻഡിപെൻഡൻസ്. അപ്പൊ ഇംഗ്ലീഷ് അവിടെ കൾച്ചറിനെ, ലൈഫിനെയും വളരെയധികം ഇമ്പാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പൊ പോസ്റ്റ് കൊളോണിയൽ വേൾഡിൽ ഇംഗ്ലീഷ് ഹാസ് ബിക്കം വെരി ഇൻഫ്ലുവൻഷ്യൽ. ഇറ്റ് ഹാസ് ഹാഡ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ വേൾഡ്. പിന്നെ ഗ്ലോബലൈസേഷന്റെ ഈ എറയില് ഇംഗ്ലീഷ് ഹാസ് ബിക്കം മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹാസ് ബിക്കം ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് മാൻ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ യു വോണ്ട് ടു എക്സ്പാൻഡ് യുവർ ബിസിനസ് ഓൾ ഓവർ ദ വേൾഡ് അല്ലെ. അപ്പൊ വി മീറ്റ് this businessman would meet clients from different countries, of different nationalities. അപ്പൊ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടൊരു ലാംഗ്വേജ് വേണം. ഇപ്പോ എല്ലാ ലാംഗ്വേജസും പഠിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ അല്ലെ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞതുപോലെ ദാറ്റ് ഫങ്ഷൻസ് ആസ് എ ബ്രിഡ്ജ്, ഒരു ബ്രിഡ്ജ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കോമൺ ലാംഗ്വേജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്തുള്ള ആരോടും സംസാരിക്കാനായിട്ട്, ആ ലാംഗ്വേജ് വെച്ച് സംസാരിക്കാനായിട്ട് പറ്റും. ആ ഒരു ലാംഗ്വേജ് വെച്ച് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഒരാളും അവരുടെ ഹോം കൺട്രിയിൽ കൺഫൈൻഡ് അല്ല. ഫോറിൻ കൺട്രീസിലേക്ക് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നു, വർക്ക് ചെയ്യാൻ പോകുന്നു, ടൂറിസ്റ്റ് ആയിട്ടും പോകുന്നു. പിന്നെ അതേപോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഇന്ത്യ മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ ഒരു മെമ്പറാണ്. അപ്പോ അങ്ങനെ ഒഫീഷ്യൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ നീഡ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇത് നോക്കാം. ആ സ്റ്റുഡന്റിന് എന്താ പറയാ, വളരെ റിനൗണ്ട് ആയ യൂണിവേഴ്സിറ്റികളിലേക്ക് ആക്സസ് കിട്ടും ഇഫ് യു നോ ഇംഗ്ലീഷ്. പിന്നെ അതേപോലെ നമുക്ക് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ യു നീഡ് ടു പാസ് എക്സാംസ് ലൈക്ക് IELTS ആൻഡ് TOEFL which test your proficiency in English language. പിന്നെ അതേപോലെ ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഓൺലൈൻ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ഈസി സ്റ്റഡി. പക്ഷെ അഗൈൻ ദാറ്റ് കണ്ടന്റ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. ആ കണ്ടന്റ് എന്ത് ഭാഷയിലായിരിക്കും? ഇംഗ്ലീഷിൽ ആയിരിക്കും. പിന്നെ അതേപോലെ സയന്റിഫിക് ജേർണൽസ്, ഇന്റർനാഷണൽ മാഗസിൻസ് ഒക്കെ ഉണ്ട്. അത് ദാറ്റ് ഹെൽപ്സ് എൻറിച്ച് നോളജ്. പക്ഷെ അതും അഗൈൻ എന്താണ്? ഇംഗ്ലീഷിലായിരിക്കും. കാരണം എന്താണ്? ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ മോസ്റ്റ് പീപ്പിൾ ഇൻ ദി വേൾഡ്. ഒരു റിസർച്ച് സ്കോളറിന് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു probably choose to write it in English because ആ
ആർട്ടിക്കിള് വേൾഡിൽ എല്ലാവരും അറിയണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ പ്രോബബ്ലി ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ നോവൽസ്, സ്റ്റോറീസ്, ഡ്രാമാസ്, പോയംസ്, അഗൈൻ ലോട്ട് ഓഫ് കണ്ടന്റ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. അതിനർത്ഥം ലോക്കൽ ലാംഗ്വേജസിൽ നല്ല കണ്ടന്റ് ഇല്ല എന്നല്ല. എസ്പെഷ്യലി ഈ ഒരു ഡിജിറ്റൽ ഏജിൽ ഇറ്റ് ഈസ് ഈസിയർ ടു ഫൈൻഡ് റീഡിംഗ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ്. അപ്പോ ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള നിലയിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയർ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആൾക്കാരെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് ഫങ്ഷൻ ചെയ്യാനും പറ്റും. In the different fields like business, communication, education, international relations, science, trade, tourism and entertainment, among other things. പിന്നെ communication in English. നമുക്ക് നമ്മുടെ തോട്ട്സ് സ്പീക്കിങ്ങിലൂടെയും റൈറ്റിങ്ങിലൂടെയും എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജിന്റെ ആവശ്യം ഉണ്ട്. അപ്പൊ ലോകത്തിലുള്ള ആൾക്കാരെല്ലാവരും അവർ പല ഭാഷകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അവര് ജീവിക്കുന്ന പ്ലേസ് അനുസരിച്ച് വാരി ചെയ്യും. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ എ വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അസ് ആസ് ഗ്ലോബൽ സിറ്റിസൺസ്. അപ്പൊ നമുക്കൊരു ഇതിനെ പറ്റിയുള്ളൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഇന്റർനെറ്റിനെ പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിന്റെ ഹെൽപ്പാണ് ചോദിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ലാംഗ്വേജ് യൂസിങ്? ഓബിയസ്ലി ഇൻ ഇംഗ്ലീഷ്. ഓബിയസ്ലി ഇംഗ്ലീഷ് മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ? അതിന്റെ കാരണം ഗ്ലോബൽ ലാംഗ്വേജ് എന്ന നിലയിലുള്ള ഇംഗ്ലീഷിന്റെ സ്റ്റേറ്റസ് തന്നെയാണ്. ഇന്റർനെറ്റിന് എന്താ പറയുക, നമ്മുടെ മദർ ടങ്ങിൽ ഇൻഫർമേഷൻ തരാനുള്ള കഴിവും ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. മോസ്റ്റ് ഓഫ് ദി ഡാറ്റ സ്റ്റോർഡ് ഓൺ ദി ഇന്റർനെറ്റ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. ഇപ്പൊ ഇംഗ്ലീഷ് അറിയുമെങ്കിൽ എന്താണ് സ്കോപ്പ് ഓഫ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഓൺ എനി ടോപ്പിക് എക്സ്പാൻസ്. ഇനി നമുക്ക് വേറൊരു ഇൻസ്റ്റൻസ് നോക്കാം. നമ്മള് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണ്, ഒരു മൊബൈൽ ഫോൺ. അപ്പൊ നമുക്ക് അതിനോടൊപ്പം ഒരു യൂസർ മാനുവൽ കിട്ടും അല്ലെ. യൂഷ്വലി വെൻ യു പർച്ചേസ് ഇലക്ട്രോണിക്സ് യു ഗെറ്റ് യൂസർ മാനുവൽ. ആ യൂസർ മാനുവൽ ഏത് ലാംഗ്വേജിലായിരിക്കും? മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ഇംഗ്ലീഷ്. വേറെ ലാംഗ്വേജസിൽ ഉണ്ടാവുമെങ്കിലും യു ക്യാൻ ബി സർട്ടൻ ദാറ്റ് ദി ഇൻഫർമേഷൻ വിൽ മോസ്റ്റ്ലി ബി പ്രൊവൈഡഡ് ഇൻ ഇംഗ്ലീഷ്. ഇപ്പോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സിറ്റുവേഷൻസിൽ നിന്ന് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവേണ്ട ആവശ്യകത വളരെയധികം വ്യക്തമാണ് അല്ലെ. സിൻസ് ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ദാറ്റ് ഇസ് വൈഡ്ലി ആക്സെപ്റ്റഡ് അക്രോസ് ദി വേൾഡ്, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയില് ഇംഗ്ലീഷ് സ്റ്റാൻഡ്സ് ആസ് എ കോമൺ ലാംഗ്വേജ്. ഡിഫറെന്റ് സ്റ്റേറ്റ്സിലുള്ളവർ തമ്മിലുള്ള ബ്രിഡ്ജ് വരെ ഒരു ബ്രിഡ്ജായിട്ട് ഇംഗ്ലീഷിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. Now let's talk about English in India. In a multilingual country like India, language becomes a barrier of communication. India is a diverse country, അല്ലേ? ഒരുപാട് കൾച്ചേഴ്സ്, റിലീജിയൻസ്, ലാംഗ്വേജസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയ ഡൈവേഴ്സ് ആയിട്ടൊരു കൺട്രിയാണ് ഇന്ത്യ. ദാറ്റ് ഇസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് കൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ഇന്ത്യാസ് ബ്യൂട്ടി അല്ലേ, ദ ഡൈവേഴ്സിറ്റി. പക്ഷെ അങ്ങനെ മൾട്ടിലിംഗ്വൽ ആയിട്ടൊരു കൺട്രി, ഇന്ത്യയെ പോലെ മൾട്ടിലിംഗ്വൽ ആയിട്ടൊരു കൺട്രിയിൽ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് മാറും കമ്മ്യൂണിക്കേഷൻ. 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ the country was divided into states based on language. And different states in India have different languages as their mother tongue as well as their official language. An example ആണ് മലയാളം in Kerala, Tamil in Tamil Nadu, Assamese in Assam, Telugu in Andhra Pradesh, etc., etc.
ഇതുപോലെ ഒരു വൈഡ് വെറൈറ്റി ഉള്ള ലാംഗ്വേജസ് ഉള്ള ഒരു കൺട്രിയിൽ ജീവിക്കുമ്പോൾ അത് എളുപ്പമല്ല അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ഈസി. നമ്മൾ ഒരു കൺട്രിയുടെ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നു. ഈ പ്രോബ്ലമിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം? ഒരു കോമൺ ലാംഗ്വേജിലൂടെയാണ് നമുക്കിതിനെ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. So in India, Hindi is a language that is spoken by the majority of people. But obviously that's not a common language all over India. When you consider all the people in India, not everybody understands Hindi. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും they prefer English. People in South India, for example, they prefer English to Hindi when they need a common language to communicate. ഇത് ഈ ഇംഗ്ലീഷിനുള്ള ഈ പ്രിഫറൻസ് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്നതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ഇംഗ്ലീഷ് ആയിരുന്നു ഒഫീഷ്യൽ പേർപ്പസസിന് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ്. അതേപോലെ തന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇന്ത്യൻ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിലെ ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. അപ്പൊ നൗ English is the official language of Indian judiciary as well as some of the states and union territories in India. അപ്പൊ ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇംഗ്ലീഷിനെ നമുക്ക് കോളനൈസേഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കണക്കാക്കാമെങ്കിലും ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷന് ശേഷം പല നേഷൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പീപ്പിള് അവർ പരസ്പരം ഇന്ററാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ത്യയുടെ കേസിൽ ഇന്ത്യൻ ഡയസ്പോറയുടെ സ്ട്രെങ്ത് ഇറ്റ് എക്സ്പാൻഡ്സ് എവറി ഡേ. ഇന്ത്യയിൽ നിന്ന് ഉള്ള ആൾക്കാർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ട്രാവൽ ചെയ്യാണ് ഫോർ ബെറ്റർ ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി. പിന്നെ അതേപോലെ ട്രാവൽ ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം they acquire a proficiency in English because എന്തുകൊണ്ടാ? അവർ ലോകത്ത് എവിടെ പോയാലും കമ്മ്യൂണിക്കേഷൻ ഇസ് ഈസിയർ ഇഫ് യു നോ ഇംഗ്ലീഷ്. നമ്മൾ ഓൾറെഡി ബൈലിംഗ്വലിസത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. പീപ്പിൾ ഹു സ്പീക്ക് 2 ലാംഗ്വേജസ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ചോദിക്കേണ്ട ഒരു ടേം ആണ് സംതിങ് ദാറ്റ് യു already be familiar with. What is the meaning of Manglish? നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിച്ച് മലയാളം വേർഡ്സ് ടൈപ്പ് ചെയ്യുന്നതിനെയാണ് മംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ലിറ്ററേഷൻ. അറ്റ്ലീസ്റ്റ് വൺസ് നമ്മൾ ഈ ടേം ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ, ടു റെഫർ ടു ദ ലാംഗ്വേജ് ദാറ്റ് യു യൂസ്. അത് ഹൈബ്രിഡ് ലാംഗ്വേജിനൊരു എക്സാമ്പിൾ ആണ്. അതായത് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഹൈബ്രിഡ് ലാംഗ്വേജസ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കോമ്പിനേഷൻസ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ ഹിംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, തംഗ്ലീഷ്, തമിഴ് ആൻഡ് ഇംഗ്ലീഷ്, കംഗ്ലീഷ്, കന്നഡ ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് സോ ഓൺ ആൻഡ് സോ ഓൺ. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻസ് സംസാരിക്കുന്ന ഇംഗ്ലീഷിന്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നത്. And there are numerous kinds of Indian Englishes. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാള് സംസാരിക്കുന്ന ഇംഗ്ലീഷ് പഞ്ചാബിൽ നിന്നുള്ള ഒരാൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്ന് വ്യത്യസ്തം ആയിരിക്കും. അതിന് കാരണം ദി ഇൻഫ്ലുവൻസ് ഓഫ് ദ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി മദർ ടങ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മദർ ടങ്ങിൽ നമ്മൾ എങ്ങനെയാണോ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതിന് ഉണ്ടാവും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇംഗ്ലീഷ് എന്താ പറയാ, ഇംഗ്ലീഷ് ക്യാൻ ബി അപ്രോപ്രിയേറ്റഡ് ടു ദ ലിംഗ്വിസ്റ്റിക് കൾച്ചർ ഓഫ് ദ പീപ്പിൾ ഹു സ്പീക്ക് ഇറ്റ്. അതായത് ഇംഗ്ലീഷിനെ നമ്മളത് സംസാരിക്കുന്ന ആൾക്കാരുടെ കൾച്ചറുമായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Now let's move on to the next section, the inhibited introvert.
നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? നമ്മളൊരു പബ്ലിക് സ്ഫിയറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നെർവസ്നെസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കാരണമാണ്, സച്ച് എസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആസ് വി ലാക്ക് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോ നമുക്ക് എന്താ പറയുക, ഡിഫറെന്റ് കാറ്റഗറീസിൽ ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിനെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് ഒന്ന്, അതായത് ലിസ്പിങ്, സ്റ്റാമറിങ്, സ്റ്റട്ടറിങ്, ഡെഫ്നെസ്, അതായത് ഫിസിക്കൽ ഫാക്ടേഴ്സ് കാരണം. അപ്പൊ അങ്ങനെയുള്ള ബാരിയേഴ്സ് ദേ അഫക്ട് ദ ഫോറിൻ ലാംഗ്വേജ്, എസ്പെഷ്യലി സിൻസ് ഇറ്റ് ഇസ് നോട്ട് ദിയർ നേറ്റീവ് ടങ്. അപ്പൊ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്, നമ്മൾ മദർ ടങ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വീഴുമ്പോഴേ പഠിക്കുന്ന ലാംഗ്വേജ് ആണ്. ഒരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുന്നതാണ് അല്ലെ. സോ ഇറ്റ്സ് ഹാർഡർ ടു ഗെറ്റ് യൂസ് ടു ഇറ്റ്. പിന്നെ നെക്സ്റ്റ് സോഷ്യൽ ബാരിയേഴ്സ്. സോഷ്യൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓർ കമ്പനി കാരണം വരുന്നതാണ്, എസ്പെഷ്യലി ഓഫ് മോർ സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരു സോഷ്യൽ ഡിവൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് പ്രൊഫഷൻസിയെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇപ്പോ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ച ഒരാൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച എഡ്യൂക്കേറ്റഡ് ആണെന്ന് അവർ കാണുന്ന പിയേഴ്സിന്റെ അടുത്ത് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വി കം ടു എക്കണോമിക് ബാരിയേഴ്സ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രസ്റ്റീജിന്റെ ഒരു സൈനായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ obviously people from economically challenged backgrounds have limited opportunity when it comes to developing their proficiency അല്ലെ. ഇപ്പോ സ്കൂൾസ് ആയാലും ഈവൻ കോഴ്സസ് to improve speaking skills, listening skills or writing skills, they can be very expensive. So that's a challenge to economically backward people. അപ്പൊ അതിനെയാണ് നമ്മൾ എക്കണോമിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സ് എല്ലാം ചേർന്നുകൊണ്ട് ആൾക്കാർ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ മടിയുണ്ടാക്കുകയും അവരൊരു ഇൻട്രോവേർട്ട് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നു. ഹൗ ഡു യു ഓവർകം ദിസ് ഇൻഹിബിഷൻ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസിങ് ഓൺ അവർ ഓൺ. ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സ്വന്തമായിട്ട് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് മെത്തേഡ്, പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ കറക്ഷണൽ മെത്തേഡ്. അതായത് ദാറ്റ് ഇൻവോൾവ്സ് എൻകറേജിങ് ഫ്ലുവൻസി വിതൗട്ട് കറക്റ്റിംഗ് മിസ്റ്റേക്സ്. ഫ്ലുവൻസി എൻകറേജ് ചെയ്യുക, ഉണ്ടാക്കുന്ന മിസ്റ്റേക്സിനെ ഇമ്മീഡിയറ്റ്ലി കറക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു ഇൻഹിബിഷൻ. അപ്പൊ മിസ്റ്റേക്സ് ആർ നോട്ടഡ്, കറക്റ്റഡ് ലേറ്റർ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇൻഹിബിഷൻസ് അവോയ്ഡ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വേ ടു കൗണ്ടർ ഇൻഹിബിഷൻ ഇസ് പിയർ പ്രാക്ടീസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് അവന്യൂസ് ടു യൂസ് ഇംഗ്ലീഷ് ഇൻ പിയർ ഗ്രൂപ്പ്സ്. പിയർ ഗ്രൂപ്പ്സിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക വിതൗട്ട് ദ പ്രസൻസ് ഓഫ് എ ടീച്ചർ ഓർ ആൻ അഡൾട്ട്. അപ്പൊ ആൾക്കാർക്ക് ഗ്രൂപ്പിനുള്ളിൽ തന്നെ അവരുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ exposure to language can also help avoid inhibition. Next, let's discuss literature as a creative application of language. എന്താണ് ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ എന്ന് പറയുന്നത് expression of language in a way that is creative, beautiful, and relatable. എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ബ്ലോഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ആൾക്കാരെ അവരുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദിസ് ഇസ് വൺ ഓഫ് ദ മെനി എക്സാമ്പിൾസ് ഓഫ് ലിറ്ററേച്ചർ. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ക്രിയേറ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ലാംഗ്വേജിന് യൂസ് ചെയ്യാറുണ്ട്.
and that helps develop language. Literature എന്ന് പറയുന്നത് it is different from the common language because it is creative and captivating. റീഡറിന്റെ അറ്റൻഷൻ അത് ഗ്രാബ് ചെയ്യുന്നു and it makes language more interesting. പിന്നെ ഇംഗ്ലീഷിന്റെ യൂസേഴ്സ് they attempt production of literature through story building, paraphrasing, translation, etc. ഇതെല്ലാം എന്തിനു കീഴിൽ വരുന്നതാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇത് ഇൻഡിവിജ്വൽസിന് അവരുടെ പ്രൊഫഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഹിബിഷൻ ഓവർകം ചെയ്യാനും സഹായിക്കും. സോ നൗ ലെറ്റ്സ് റീക്യാപ്പ്. ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലാംഗ്വേജ് ദാറ്റ് ഇസ് ലേൺഡ് ആൻഡ് സ്പോക്കൺ ഓൾ അറൌണ്ട് ദി വേൾഡ്. ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ബ്രിഡ്ജസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് among people across countries. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഹെൽപ്സ് കമ്മ്യൂണിക്കേഷൻ അറൌണ്ട് ദി ഗ്ലോബ്. പിന്നെ അതേപോലെ ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു ഫോർ കമ്മ്യൂണിക്കേഷൻ ദ മൾട്ടിലിംഗ്വൽ കൾച്ചർ ഓഫ് ഇന്ത്യ. പിന്നെ ഹൈബ്രിഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ടു ലാംഗ്വേജസ്, മംഗ്ലീഷ്, ഇംഗ്ലീഷ്, തംഗ്ലീഷ്, കംഗ്ലീഷ്, പംഗ്ലീഷ് എക്സെട്ര. പിന്നെ ഇൻഹിബിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ബാരിയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ബാരിയേഴ്സ് ആണ്, എസ്പെഷ്യലി ഇൻ എ ഫോറിൻ ലാംഗ്വേജ്. അത് ഫിസിക്കൽ ആവാം, സോഷ്യൽ ആവാം, എക്കണോമിക് ആവാം. എങ്ങനെയാണ് നമ്മൾ ഇൻഹിബിഷനെ ടാക്കിൾ ചെയ്യുന്നത്? യു ക്യാൻ പ്രാക്ടീസ് ഓൺ യുവർ ഓൺ. പിന്നെ അതേപോലെ നോൺ കറക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അതേപോലെ പിയർ കറക്ഷനും എക്സ്പോഷനും യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. Now let's take a look at some objective questions. എന്താണ് കോമൺ ലാംഗ്വേജിന് റെഫർ ചെയ്യുന്ന ലാറ്റിൻ ഫ്രേസ് ലിംഗ്വ ഫ്രാങ്ക? പിന്നെ കൺസിഡറിംഗ് ദ നേറ്റീവ് സ്പീക്കേഴ്സ് വിച്ച് ഇസ് ദ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്? മാൻഡറിൻ. പിന്നെ അതേപോലെ രണ്ട് ലാംഗ്വേജിൽ ഫ്ലുവൻസിക്ക് യൂസ് ചെയ്യുന്ന ടേം എന്താണ്? ബൈലിംഗ്വലിസം. പിന്നെ രണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസിന്റെ മിക്സ്ചറിനെ എന്താണ് വിളിക്കുക? ഹൈബ്രിഡ് ലാംഗ്വേജ്. പിന്നെ നേറ്റീവ് ഇന്ത്യൻസ് സ്പീക്ക് ചെയ്യുന്ന ഇംഗ്ലീഷിന് എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഇംഗ്ലീഷ്. പിന്നെ നെയിം ദ ഹൈബ്രിഡ് ലാംഗ്വേജ് ഫോം ബൈ ദ ഫോളോയിങ് പേഴ്സ് ഓഫ് ലാംഗ്വേജ്: കന്നഡ ആൻഡ് ഇംഗ്ലീഷ്, കംഗ്ലീഷ്; പഞ്ചാബി ആൻഡ് ഇംഗ്ലീഷ്, പംഗ്ലീഷ്; ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്; തമിഴ് ആൻഡ് ഇംഗ്ലീഷ്, തംഗ്ലീഷ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫോറിൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ഫിസിക്കൽ ബാരിയേഴ്സ്? ലിസ്പിംഗ്, സ്റ്റാമറിംഗ്, സ്റ്റട്ടറിംഗ്, ഡെഫ്നെസ്, ഇതൊക്കെയാണ്. പിന്നെ ഇൻഹിബിഷൻ ഓവർകം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിന്റെ പേര് പറയാം. ആ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, one is encouraged to speak in English and his or her mistakes are not corrected immediately but later. അത് നോൺ കറക്ഷൻ മെത്തേഡാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ബാരിയർ obstructs people of financially low backgrounds from communicating in English? Economic barriers. പിന്നെ which method in learning English does include help from peer groups? Peer practice. So that's it for today. Thank you all for listening.